ദിനു, ഇതിൽ പരാതിക്കാർ തന്നെ പറയുന്ന കോടതിയിൽ കൊടുത്ത കാര്യത്തിൽ പറയുന്നു, ഇൻ ഫാക്ട് ജസ്റ്റിസ് കെ ഹേമ had alerted the government about the need to keep the report confidential since it contains details of sexual assault, harassment and abuse which were disclosed to the committee in privacy in camera proceedings എന്ന് പരാതിക്കാർ തന്നെ അതിൽ പറയുന്നുണ്ട്. മാധ്യമത്തിലൊരു മാധ്യമപ്രവർത്തകന് കൊടുത്ത മറുപടിയിൽ വിവരാവകാശ കമ്മീഷൻ തന്നെ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദിനു, ഇതൊന്നും പുറത്തു വരില്ല എന്ന് പറയുകയല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൽ ഹറാസ്മെന്റും സെക്ഷൽ അസോൾട്ടും ഉണ്ടായി എന്നാരെങ്കിലും പറഞ്ഞാൽ അത് 5 വർഷം സർക്കാരിന്റെ മേശപ്പുറത്താണോ വെക്കേണ്ടത്, അതോ ഇരയുടെ പേര് വെളിപ്പെടുത്തുന്നത് പോലീസിലേക്ക് കൈമാറേണ്ടതുണ്ടോ എന്ന് സർക്കാർ ആലോചിക്കേണ്ട കാര്യമാണ്. അത് പോട്ടെ, അതവർ ചെയ്തില്ല. എന്നാൽ ഇതൊന്നും പുറത്തു വരില്ല എന്ന് പറഞ്ഞാൽ പോലും അത് പുറത്തു വരുന്നതിൽ ഇത്ര ഹാലടക്കം ഉണ്ടാവേണ്ടത് എന്തിനാണ്, ആർക്കാണ്? ദിനു, ഒരു തൊഴിലിടത്തെയോ അല്ലെങ്കിൽ ഒരു മേഖലയിലെയോ ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ച് പഠിക്കുന്നത് ആദ്യമായിട്ടല്ലല്ലോ. 2013 UGCയുടെ നേതൃത്വത്തിൽ സാക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ക്യാമ്പസുകൾക്കകത്ത് ജെൻഡർ ഇഷ്യൂസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ കഴിഞ്ഞതിന് മുന്നത്തെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 2015 സമാഗതി എന്ന പേരിൽ ഒരു പഠനം നടത്തുകയും ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ പേരിൽ കമ്മീഷണറുടെ അടുത്ത് പോകേണ്ട ഒരു ഗതിയും വരാതെ തന്നെ അതിനു മുമ്പ് തന്നെ വളരെ കൃത്യമായിക്കൊണ്ട് സമാഗതി റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്താ, സിനിമാ മേഖലയേക്കാൾ കുറവുള്ള മേഖലയാണോ ഇവിടുത്തെ വിദ്യാർത്ഥികൾ അടങ്ങുന്ന മേഖല? വിദ്യാലയങ്ങൾ എന്ന് പറയുന്ന ഇടം, കലാലയങ്ങളിലെ ജെൻഡർ ജസ്റ്റിസ് ഉറപ്പുവരുത്താനുള്ള റിപ്പോർട്ട് യാതൊരു രീതിയിലും ചോദ്യം ചെയ്യപ്പെടാതെ വളരെ കൃത്യമായി ഇവിടുത്തെ സർക്കാരുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമാ മേഖല വരുമ്പോൾ മാത്രം എടുക്കുന്ന ഈ അഡീഷണൽ പ്രിക്കോഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ ആർട്ടിക്കിൾ 14 വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. 2, ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് കേവലം സെക്ഷൽ ഹറാസ്മെന്റിന് മാത്രം ഡീൽ ചെയ്യുന്ന റിപ്പോർട്ടല്ല. A മുതൽ G വരെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ അകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ടെക്നിക്കൽ സൈഡിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം. 30% സ്ത്രീകളെ എങ്ങനെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം, എങ്ങനെയാണ് വിമൻ സ്കോളർഷിപ്പുകൾ നൽകാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിൽ വളരെ സമഗ്രമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് 2 ഭാഗങ്ങളാണ് ഈ റിപ്പോർട്ട് എന്ന് വളരെ ആധികാരികമായി തന്നെ സ്റ്റേറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിനകത്ത് പറയുന്നു. 1-ാം ഭാഗം വളരെ കൃത്യമായിക്കൊണ്ട് ഇവർ നൽകിയിട്ടുള്ള മൊഴികളും മറ്റ് കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ കമ്മീഷനിൽ ഇരുന്ന ആളുകളുടെ അഭിപ്രായമാണ് 1-ാമത്തെ ഭാഗം എന്ന് കൃത്യമായി പറയുന്നു, നിർദ്ദേശങ്ങളാണ്. 2-ാം ഭാഗത്ത് മാത്രമാണ് സ്വകാര്യത കലർന്ന വിവരങ്ങൾ ഉള്ളത്. ഈ 2-ാം ഭാഗം പ്രസിദ്ധീകരിക്കണം എന്നൊരു ആവശ്യമേ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സജി നന്ദ്യാട്ടിനെ പോലുള്ള ആളുകൾ ഇവിടെ വന്നുകൊണ്ട് മാധ്യമപ്രവർത്തകർക്കെതിരെ ഇവിടെ സംസാരിക്കുന്നത്? 1-ാമത്തെ ഭാഗം പുറത്തുവിടണം എന്ന ആവശ്യമാണ് മാധ്യമപ്രവർത്തകർ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. ഇനി ശ്രീമതി രഞ്ജിനി പറയുന്ന പോലെ ഏതെങ്കിലും രീതിയിൽ രഞ്ജിനിയുടെ മൊഴി അടങ്ങുന്ന തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന RTA ആക്ടിന്റെ 8G പ്രകാരവും 11 പ്രകാരവും ശ്രീമതി രഞ്ജിനി അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുമായിരുന്നു. ഈ പറയുന്ന സജിമോൻ പാറയിൽ ഹൈക്കോടതിയിൽ ഉന്നയിച്ച വിഷയം ഇതാണ്. സ്വകാര്യ മൊഴികളുണ്ട്, നോട്ടീസ് സെർവ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞല്ലോ, അത്തരത്തിൽ 8Gയിൽ പറയുന്ന സ്വകാര്യമായ ഇൻഫർമേഷൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ 11 പ്രകാരം നോട്ടീസ് നൽകേണ്ടതില്ല എന്ന് കൃത്യമായി ഹൈക്കോടതി പ്രസ്താവിച്ചിരിക്കുന്നു വിധിക്കകത്ത്. RTA ആക്ടിന്റെ 10(1) പറയുന്ന പ്രകാരമുള്ള നിശ്ചിതമായ ആളുകൾക്ക് നൽകാൻ പറ്റുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഇത് എന്തുകൊണ്ട് പുറത്തുവിടണം എന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ വിശാഖ അടക്കമുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടായിട്ടുള്ളത് പബ്ലിക് ഡിസ്കോഴ്സുകളുടെ ഭാഗമായിട്ടാണ്. ഏതൊരു റിപ്പോർട്ടിനും പബ്ലിക് അപ്രൈസൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നിലനിൽക്കുന്നത് ഒരു പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയിലാണ്, പങ്കാളിത്ത ജനാധിപത്യത്തിലാണ്. ഇവിടെ എല്ലാ വ്യക്തികൾക്കും ഇൻഫോംഡ് സിറ്റിസൺ ആകാനുള്ള അധികാരമുള്ള ഇടത്താണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറയുന്നത്. ശ്രീമതി രഞ്ജിനി പറയുന്ന കാര്യത്തിൽ എനിക്കുള്ള സംശയം എന്ന് പറയുന്നത് അവരുടെ ഉദ്ദേശശുദ്ധിയെ കുറിച്ചല്ല, മറിച്ച് ഒരു അപ്പീൽ കൊടുത്താൽ എങ്ങനെയാണ് അവർ കൊടുത്ത മൊഴി പുറത്തു കിട്ടാൻ വേണ്ടി പോകുന്നത്? ജസ്റ്റിസ് അരുൺ പുറത്തിറക്കിയ ജഡ്ജ്മെന്റ് സെറ്റ് അസൈഡ് ചെയ്യണം എന്നതല്ലേ അപ്പീലിന്റെ ആവശ്യം. അപ്പോൾ എങ്ങനെയാണ് അവർ പുറത്തുവിട്ട മൊഴി കാണിക്കാൻ വേണ്ടി സാധിക്കുന്നത്? ആ മൊഴി കാണിക്കണമെങ്കിൽ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട കമ്മീഷന്റെ അകത്തല്ല ഇവർ പോകേണ്ടത്, തേർഡ് പാർട്ടി ആയിക്കൊണ്ട് ഇവർ പോകേണ്ടത്. എങ്ങനെയാണ് ഹൈക്കോടതിയിൽ ഒരു ഓർഡർ സെറ്റ് അസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് മൊഴി കാണാൻ വേണ്ടി സാധിക്കുന്നത്? അതുകൊണ്ടാണ് വനിതാ കമ്മീഷൻ പറഞ്ഞത് ലോക്ക് സ്റ്റാൻഡ് ഇല്ല എന്ന് പറയുന്നത് മാത്രമല്ല കോടതി വാക്കാൽ പറഞ്ഞു.